ഈ ഒരു പർട്ടിക്കുലർ പാർട്ടിലെ ചാർജുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഒരു റിവേഴ്സ് ചെയ്യുന്നു. പോസിറ്റീവ് ചാർജ് മൂവ് ടുവാർഡ്സ് ദി ഇന്നർ സൈഡ് ആൻഡ് നെഗറ്റീവ് ചാർജ് മൂവ്സ് ടുവാർഡ്സ് ദി ഔട്ടർ സൈഡ്. ഓക്കെ, ചാർജുകൾ മൂവ് ചെയ്യുന്നു. ഇവിടെ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ഈ ഒരു കളേർഡ് പാർട്ട് കണ്ടില്ലേ? ഓക്കെ, ഈ ഇലക്ട്രിക്കൽ ഇമ്പൾസ് തൊട്ടടുത്ത ഭാഗത്തേക്ക് മൂവ് ചെയ്യുന്നു. മൂവ്സ് ടുവാർഡ്സ് ദി അഡ്ജസന്റ് പാർട്ട്. ദെൻ ഇവിടെയും എന്ത് സംഭവിക്കുന്നു? ദ സെയിം പ്രോസസ് ഹാപ്പൻസ് ഹിയർ. നേരത്തെ പറഞ്ഞ ഇതേ കാര്യം ഇവിടെയും നടക്കുന്നു. ആൻഡ് ദിസ് പ്രോസസ് കണ്ടിന്യൂസ്. അങ്ങനെ പറഞ്ഞാലും ഓക്കെയാണ്. അതേ മാറ്റം ഇവിടെ നടക്കുന്നു, അത് കണ്ടിന്യൂ ചെയ്തങ്ങനെ പോകുന്നു. കാര്യം ക്ലിയർ ആയാൽ മതി. ഓക്കെ, സോ ഒരു 2 മാർക്കിനോ 3 മാർക്കിനൊക്കെ ചോദിക്കാവുന്നതാണ്. മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കില്ല കേട്ടോ. ഓക്കെ, ഈ രണ്ട് ചിത്രങ്ങൾ തന്നിട്ടുണ്ട്. ഇവിടെ ചോദിച്ചൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ദിസ്? ഇങ്ങനെ ചാർജുകൾ നിൽക്കുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സർട്ടൻ അയോൺസ്. എപ്പോഴാണ് ഇത് ചേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ വെൻ സ്റ്റിമുലേറ്റഡ് ദിസ് കണ്ടീഷൻ ചേഞ്ചസ്. എപ്പോഴാണ് ചേഞ്ച് വെച്ചാൽ സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന സമയത്താണ് എന്നൊക്കെ പറയുന്നു. സോ സിമ്പിൾ ആയിട്ട് ഓർത്ത് വെക്കാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിക്കാം. ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ് എങ്ങനെയാണ് ജനറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, നോക്കി ചിത്രം കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി ഈ കാര്യം. കാരണം എനിക്ക് ഒരുപാട് സംസാരിക്കാൻ പറ്റാത്തൊരിതുണ്ട്. എനിക്ക് ത്രോട്ടിന് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് വായിച്ചു നോക്കിയതിന് ശേഷം ഞാൻ ഒന്ന് പറയാം. എനിക്ക് ഒരു 10 സെക്കൻഡ് ഒരു ബ്രേക്ക് കിട്ടുമ്പോൾ എനിക്കത് കുറച്ച് ഓക്കെയാണ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്ക് വേഗം. ഓക്കെ, നോക്കൂ, നമ്മൾ പറഞ്ഞ എന്താണ്? ഒരു ന്യൂറോൺ അല്ലെങ്കിൽ ഒരു റിസപ്റ്ററിൽ എന്ത് ഫോം ചെയ്യുന്നു? ഒരു ഇമ്പൾസ് ഫോം ചെയ്യുന്നു. നമ്മൾ പറയുന്നു ഇവിടുന്നാണ് ആ ഇമ്പൾസ് തുടങ്ങിയത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്ജസന്റ് പാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു, അതിങ്ങനെ പോകുന്നു. ഓക്കെ, സ്റ്റിമുലേറ്റ് ചെയ്ത് ആക്സോണിലൂടെ പോയി അത് ഏതിലൂടെ പോകുന്നു? ആക്സോണൈറ്റ് എന്ന് പറയുന്ന ബ്രാഞ്ചസിലൂടെ പോകുന്നു. ദെൻ അത് എവിടെ പോയി എത്തിച്ചേരും? സിനാപ്റ്റിക് നോബിലേക്ക് എത്തിച്ചേരും. ഓക്കെ, നമുക്ക് ആ റെസ്പോൺസ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ആ ഇമ്പൾസ് എവിടെ എത്തണമെന്നാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഓർമ്മയുണ്ടോ? അങ്ങനെ ഒരു ഭാഗം പറഞ്ഞിരുന്നു. ആ ഇമ്പൾസ് നമുക്ക് എവിടേക്ക് എത്തിക്കണം? ബ്രെയിനിലേക്ക് എത്തിക്കണം. ഓക്കെ, ഇപ്പൊ നമ്മുടെ കാലിലോ കയ്യിൽ നിന്നോ ഉണ്ടായ ഒരു മെസ്സേജ് ആണ് വിചാരിക്കാം. ഓക്കെ, നമ്മുടെ കയ്യിൽ ഒരാൾ ടച്ച് ചെയ്യുന്നു. ഓക്കെ, ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് നെഗറ്റീവ് ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അവിടെ ഒരു മെസ്സേജ് ഇമ്പൾസ് ഫോം ചെയ്യുന്നു. പക്ഷെ ആ തൊടുന്ന ആ സെക്കൻഡിൽ തന്നെ ഞാൻ എന്ത് മനസ്സിലാക്കുന്നുണ്ട്? എന്റെ കയ്യിൽ ടച്ച് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നില്ലേ? ആ തൊട്ട കാര്യം ഞാൻ അറിയുന്നുണ്ട്. കാലിൽ തൊട്ടാലും അപ്പൊ തന്നെ അറിയുന്നുണ്ട്. ഞാൻ കയ്യിൽ തൊട്ട ഈ കാര്യം ഞാൻ അറിയാനുള്ള കാരണം എന്താണ്? അവിടെ ഉണ്ടായ ആ ഇമ്പൾസിനെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ന്യൂറോണിലൂടെ പാസ് ചെയ്ത് അത് എവിടെ എത്തിയിട്ടുണ്ട്? ബ്രെയിനിലേക്ക് എത്തിയിട്ടുണ്ട്. 100 കണക്കിന് ന്യൂറോണുകളിലൂടെ അത് പാസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഒരു സെക്കൻഡ് പോലും അതെന്ത് ചെയ്തിട്ടില്ല? സമയം എടുക്കുന്നില്ല. അത്രയും ഫാസ്റ്റ് ആണ്. കയ്യിൽ ടച്ച് ചെയ്യുന്നു, അപ്പൊ തന്നെ അറിയുന്നു. പക്ഷെ 100 കണക്കിന് അല്ലെങ്കിൽ 1000 കണക്കിന് ന്യൂറോണിലൂടെ അത് പാസ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ ഇനി വേണ്ടത്? ഈ ആക്സോണിലൂടെ പോകുന്ന ഈ ഒരു മെസ്സേജ് ഇമ്പൾസ് സിനാപ്റ്റിക് നോബിലേക്ക് എത്തി. നമുക്ക് അടുത്തതിലേക്ക് ഇത് പാസ് ചെയ്യണം. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവയ്ക്കിടയിൽ എന്തുണ്ട്? There is a space or a gap exists between the neurons. അതുകൊണ്ട് തന്നെ സിനാപ്റ്റിക് നോബിൽ നിന്നും ഈ ഇമ്പൾസിനെ ഡയറക്ട്ലി എങ്ങോട്ട് കൊടുക്കാൻ പറ്റില്ല? We can pass this information or impulse to the adjacent neuron. അഡ്ജസന്റ് ന്യൂറോണിലേക്ക് ഡയറക്റ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അതിനു വേണ്ടി സിനാപ്റ്റിക് നോബ് ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യും. നമ്മൾ എന്തെന്നാ പറഞ്ഞത്? അതിനെ ആ റിലീസ് ചെയ്യുന്ന കെമിക്കൽസിനെ നമ്മൾ എന്ത് വിളിച്ചു? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് റിലീസ് ചെയ്യുന്നു. ഓക്കെ, അപ്പം എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ആ ഭാഗത്തിൽ വർക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. ഓക്കെ, നോക്കാം. സിനാപ്സ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സിനാപ്സ് എന്താണ്? സിനാപ്സ് എന്നുള്ള കാര്യം പറയാം. ഓക്കെ, ഇവിടെ കണ്ടോ, 2 ന്യൂറോൺസ് തമ്മിൽ കൂടിച്ചേരുന്ന, ടച്ച് ചെയ്യുന്നതല്ല, കൂടിച്ചേരുന്ന ഒരു ജംഗ്ഷനാണ്. ഈ ജംഗ്ഷനെ ഈ കാണിക്കുന്ന ഇതുപോലെ ഒരു ജംഗ്ഷനെ നമുക്ക് വിളിക്കാൻ പറ്റുന്ന പേരാണ് സിനാപ്സ്. ഓക്കെ, സിനാപ്സ് കാണിച്ച് നോക്കൂ. ഇതൊരു ന്യൂറോൺ ആണ്, ഇവിടെ മറ്റൊരു ന്യൂറോൺ. ഇതൊക്കെ ന്യൂറോൺ ആണ്. സോ ഒരു ന്യൂറോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺ.
സിമ്പിൾ ആയിട്ട് ഓർത്ത് വയ്ക്കുക. എന്താണ് സിനാപ്സ്? സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺ. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ആ ജംഗ്ഷനെയാണ് എന്ത് വിളിക്കുന്നത്? സിനാപ്സ്. എന്നാൽ അത് മാത്രമല്ല, ഒന്നാമത്തെ കണ്ടീഷനാണ് ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോണുകൾ തമ്മിൽ കൂടിച്ചേരുന്ന ജംഗ്ഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സിനാപ്സ്. രണ്ടാമത് എന്തുമാവാം? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ എ ന്യൂറോൺ, ഇതൊരു ന്യൂറോൺ ആണ്, എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. ഒരു ന്യൂറോണും ഒരു മസിൽ സെല്ലും രണ്ടും കൂടിച്ചേരുന്ന ജംഗ്ഷന്റെയും പേര് എന്ത് തന്നെയാണ്? സിനാപ്സ് ആണ്. അപ്പൊ എന്തൊക്കെയാ സിനാപ്സ്? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, ഓർ അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. ഒരു ന്യൂറോണും മസിലും കൂടി ചേരുന്നതും എന്ത് തന്നെയാണ്? സിനാപ്സ് ആണ്. ഓർ ബിറ്റ്വീൻ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഗ്ലാൻഡുലാർ എന്ന് പറഞ്ഞാൽ ചില സെക്രീഷൻസ് ഒക്കെ, ചില വസ്തുക്കളെയൊക്കെ സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള സെല്ലാണ് ഗ്ലാൻഡുലാർ സെൽ. അപ്പം 3 ജംഗ്ഷനുകളാണ്, 3 തരത്തിലുള്ള ജംഗ്ഷനെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? സിനാപ്സ്. ഒന്ന് ഏതാണ്? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ, ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഇതൊക്കെ എന്ത് തന്നെയാണ്? സിനാപ്സ് ആണ്. ഓർത്ത് വെക്കുക, നോർമലി എന്താണ്? ഇറ്റ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസ് തമ്മിൽ കൂടിച്ചേരുന്ന, യെസ്, രണ്ട് ന്യൂറോൺ കൂടിച്ചേരുന്ന ഈ ഭാഗം, ഇതിനെന്ത് വിളിക്കാൻ പറ്റും? സിനാപ്സ് ആണ്. അല്ലെങ്കിൽ ഒരു ന്യൂറോൺ എപ്പോഴും ഉണ്ടായിരിക്കെ, ഒരു ന്യൂറോണും ഇവിടെ ഇതിന് പകരന്മാരാണ് ഒരു മസിൽ സെൽ, അതിന്റെയും പേര് സിനാപ്സ് ആണ്. ഇതുമല്ലെങ്കിലോ ഒരു ന്യൂറോൺ ഉണ്ടായിരിക്കും, ഇവിടെ ആരായിരിക്കും? ഒരു ഗ്ലാൻഡുലാർ സെൽ. ഗ്ലാൻഡുലാർ സെല്ല് വന്നാലും അതിന്റെ പേര് എന്ത് തന്നെയാണ്? സിനാപ്സ് ആണ്. അപ്പൊ ഓർത്ത് വയ്ക്കുക ഒന്നാമത്തെ കാര്യം. ഓക്കെ, സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്. രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള ജംഗ്ഷൻ ആണ്. ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ. ഒരു ന്യൂറോണും മസിൽ സെല്ലും കൂടി ചേരുന്ന ജംഗ്ഷൻ ആണ്. ഓർ അല്ലെങ്കിൽ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലാർ സെൽ. ഒരു ന്യൂറോണും ഗ്ലാൻഡുലാർ സെല്ലും കൂടി ചേരുന്ന ജംഗ്ഷൻ ആണ്. ഇതിനൊക്കെ പേര് എന്ത് തന്നെയാണ്? സിനാപ്സ് ആണ്. ഓക്കെ, ഇനി നമ്മളിവിടെ കാണിച്ച ഈ ഒരു ഭാഗത്തെ ഒന്ന് സൂം ചെയ്ത് കാണിച്ച കേട്ടോ. തൊട്ടടുത്ത പിക്ചർ നോക്കി, ഇവിടെ സിനാപ്റ്റിക് നോബിലുണ്ട്, ഇവിടെ ഡെൻഡ്രൈറ്റ് ഉണ്ട്, അടുത്തടുത്ത് നിൽക്കുന്നത് കണ്ടോ? ഇതേ കാര്യത്തെയാണ് നമ്മൾ ഇവിടെ കാണിച്ചത്. യെസ്, ഇത് സിനാപ്റ്റിക് നോബാണ്, ഇത് ഡെൻഡ്രൈറ്റ് ആണ്. ഇത്തിരി വലുതാക്കി കാണിച്ചതാണ്. നോക്കൂ, നമ്മൾ പറയുന്നുണ്ട് ആക്സോണിലൂടെ ആ ഇമ്പൾസ് കടന്നു വരുന്നു, ആക്സോണൈറ്റിലേക്ക് എത്തി, ആക്സോണൈറ്റിലൂടെ വരുന്ന ആ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ലാസ്റ്റ് എവിടെ പോയി എത്തും? സിനാപ്റ്റിക് നോബിലേക്ക് എത്തും. ഓൾറൈറ്റ് അല്ലേ? സിനാപ്റ്റിക് നോബിലേക്ക് എത്തും. പക്ഷെ ഈ ജംഗ്ഷൻ, ഓവറോൾ ജംഗ്ഷൻ എന്ത് വിളിച്ചു? സിനാപ്സ് ആണ്. ഓക്കെ, എന്നാൽ ഇവയ്ക്കിടയിൽ ഈ ഗ്യാപ്പ് ഉണ്ട്. ദർ ഇസ് എ ഗ്യാപ്പ് എക്സിറ്റ്സ് ബിറ്റ്വീൻ ദി സിനാപ്റ്റിക് നോബ് ആൻഡ് ഡെൻഡ്രൈറ്റ്. ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് അല്ലെങ്കിൽ സിനാപ്റ്റിക് വിടവ് എന്ന് പറയും. അപ്പൊ സിനാപ്സ് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ ആണ്. ആ ജംഗ്ഷനുള്ള ഈ വിടവിനെ എന്ത് പറയും? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്. മാറിപ്പോവോ? രണ്ട് ന്യൂറോൺസ് അല്ലെങ്കിൽ നമ്മൾ ആ പറഞ്ഞ പോലെയുള്ള ജംഗ്ഷനെ കൂടിച്ചേരുന്ന ഭാഗത്തെ സിനാപ്സ്. ഓവറോൾ ഇവിടേക്ക് ഒരു ആരോ മാർക്ക്, ഈ ഭാഗം നിന്നിട്ട് എന്താന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ സിനാപ്സ്. എന്നാൽ ഇതെന്താണ്? സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആണ്. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യം, ആ ഇമ്പൾസ്, ഇലക്ട്രിസിറ്റിയുടെ രൂപത്തിലുള്ള ഇമ്പൾസ് എവിടേക്ക് എത്തി? സിനാപ്റ്റിക് നോബിലേക്ക് എത്തി. സിനാപ്റ്റിക് നോബിൽ നമുക്കത് ആർക്ക് കൊടുക്കണം? വി ഹാവ് ടു പാസ് or transmit this electrical impulse to the dendrite of adjacent neuron. തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റ് നമുക്ക് പാസ് ചെയ്യണം. പക്ഷെ എന്താ പ്രശ്നം? there is a synaptic cleft, there is a gap. ഓക്കെ, സോ ഡയറക്ട്ലി പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈ സിനാപ്റ്റിക് നോബിന്റെ ഉള്ളിൽ ചില വെസിക്കിൾസ് ഉണ്ട്, സർക്കുലർ ബോഡീസ് ആയിട്ടുള്ള വെസിക്കിൾ, ചില സഞ്ചികൾ, അറകൾ പോലെയുള്ള വെസിക്കിൾസ് ഉണ്ട്. അതിന്റെ ഉള്ളിലാണ് ഏത് കാണപ്പെടുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ കെമിക്കൽസ്. ആ കെമിക്കൽസിന് എന്ത് വിളിച്ചു? ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇലക്ട്രിക്കൽ ഇമ്പൾസ് സിനാപ്റ്റിക് നോബിൽ എത്തുന്ന ആ സമയം തന്നെ ഇവിടെ നിന്നും ആരെ തുറന്നു വിടുന്നുണ്ട്? സിനാപ്റ്റിക് നോബ് റിലീസസ് ദ കെമിക്കൽസ് കോൾഡ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെ, ടു ദി സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് ഉടനെ തന്നെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ ആര് റിലീസ് ചെയ്യും? സിനാപ്റ്റിക് നോബ് റിലീസ് ചെയ്യുന്നു അല്ലേ? ഓക്കെ, നോക്കി ഇവിടെ എന്താ സംഭവിക്കുന്നത്? ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എവിടെ പോയി ബൈൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെ പോയി അറ്റാച്ച് ചെയ്യുന്നു? ദീസ് കെമിക്കൽ അറ്റാച്ചസ് ദി ഡെൻഡ്രൈറ്റ്. ഡെൻഡ്രൈറ്റിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു. അപ്പൊ ഇനി ഓർക്കുക,
ഈ കെമിക്കൽ പോയി ഡെൻഡ്രൈറ്റിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഡെൻഡ്രൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഇലക്ട്രിക്കൽ ഇമ്പൾസ് സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു. സിനാപ്റ്റിക് നോബിൽ നിന്നും ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്ന കെമിക്കൽസിനെ റിലീസ് ചെയ്യുന്നു. ഈ കെമിക്കൽ ഡെൻഡ്രൈറ്റിൽ പോയി അറ്റാച്ച് ചെയ്യുന്നു. ഡെൻഡ്രൈറ്റിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡെൻഡ്രൈറ്റ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. അവിടെ എന്ത് ഫോം ചെയ്യുന്നു? ഫോം എ ന്യൂ ഇലക്ട്രിക്കൽ ഇമ്പൾസ്. അവിടെ ഒരു പുതിയ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. ശേഷം ഈ ഡെൻഡ്രൈറ്റ് ആർക്ക് കൊടുക്കും? ചിത്രം നോക്കി, ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് കിട്ടി എന്നാ പറഞ്ഞത് സൂം ചെയ്തപ്പോ. ഈ ഡെൻഡ്രൈറ്റ് ആർക്ക് കൊടുത്തു? ഡെൻഡ്രോണിന് കൊടുത്തു. ഡെൻഡ്രോണിൽ നിന്ന് അത് എങ്ങോട്ട് പോയി? സെൽ ബോഡി. അഗെയിൻ ആക്സോണിലേക്ക് പോയി, ആക്സോണൈറ്റിലേക്ക് എത്തി, വീണ്ടും എവിടെ എത്തി? സിനാപ്റ്റിക് നോബ്. സിനാപ്റ്റിക് നോബ് പറഞ്ഞാൽ ഈ പോർഷനിലേക്ക് എത്തി. ദെൻ ഇവിടെ നിന്ന് വീണ്ടും ആരെ റിലീസ് ചെയ്യണം? സിനാപ്റ്റിക് നോബിൽ നിന്ന് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ റിലീസ് ചെയ്യണം. ഇത് എവിടെ പോയി അറ്റാച്ച് ചെയ്യും? ഇതിന്റെ അപ്പുറത്തുള്ള തൊട്ടടുത്ത ന്യൂറോണിന്റെ ഡെൻഡ്രൈറ്റിൽ പോയി അറ്റാച്ച് ചെയ്യും. അത് സ്റ്റിമുലേറ്റ് ചെയ്യും. അല്ലേ? അപ്പൊ ഇനി വായിച്ചു നോക്കാം നമുക്ക് എന്താന്നുള്ളത്. സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ, ഇത് പഠിച്ചു വെക്കണേ, ഇമ്പോർട്ടന്റ് ആണ്, മനസ്സിലുണ്ടായാൽ മതി. രണ്ട് ന്യൂറോൺ, അല്ലെങ്കിൽ ഒരു ന്യൂറോണും മസിൽ സെല്ലും, അല്ലെങ്കിൽ ന്യൂറോണും ഗ്ലാൻഡുലർ സെല്ലും. ഈ ഐഡിയ ഉണ്ടായാൽ മാത്രം മതി. സിനാപ്സ് ഈസ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ് ഓർ എ ന്യൂറോൺ ആൻഡ് എ മസിൽ സെൽ ഓർ എ ന്യൂറോൺ ആൻഡ് എ ഗ്ലാൻഡുലർ സെൽ. ഒന്നാമത്തെ പോയിന്റ് ആയിട്ട് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മുടെ കാര്യത്തിലേക്ക് പോവാം. When electrical impulses from the axon, axonil നിന്നുള്ള ഇലക്ട്രിക് ഇമ്പൾസ് എവിടെ എത്തുന്നു? Reach the synaptic knob. ആക്സോണിലൂടെ പോയി ആക്സോണൈറ്റ് വഴി എവിടെ എത്തുന്നു? സിനാപ്റ്റിക് നോബിലേക്ക് എത്തുന്നു. എന്താ സംഭവിക്കുന്നത്? Certain chemical substances are secreted from the synaptic knob-ൽ നിന്നും ചില കെമിക്കൽസിനെ സെക്രീറ്റ് ചെയ്യുന്നു. There to the synaptic cleft. സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് സിനാപ്റ്റിക് നോബ് ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യുന്നു. These chemical substances are called neurotransmitters. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഈ കെമിക്കൽസിനെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഞാൻ ഫസ്റ്റ് ക്ലാസ് എടുക്കുമ്പോൾ തന്നെ ഇതൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അപ്പൊ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാര്യങ്ങളൊക്കെ എന്തിനാണെന്നൊക്കെ. സോ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഫംഗ്ഷൻ എന്താണ്? They stimulate the adjacent dendrite or cell. അടുത്ത ഡെൻഡ്രൈറ്റിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുന്നു. അതുകൊണ്ട് എന്താ ഉണ്ടാകുന്നത്? And new electric impulses are generated. അവിടെ പുതിയ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവുന്നു. And this process continues. ഈ പ്രോസസ്സ് തുടർന്ന് പോകുന്നു. അപ്പോൾ ഓർത്ത് വയ്ക്കുക, ഇലക്ട്രിക് ഇമ്പൾസ് ഫ്രം ആക്സോൺ ഫൈനലി റീച്ചസ് ദി സിനാപ്റ്റിക് നോബ് ആൻഡ് synaptic knob releases certain chemicals called neurotransmitters to the synaptic cleft. These neurotransmitters binds to the dendrite of adjacent neuron. Okay, binds to the adjacent neuron. ഇവിടെ bind ചെയ്യുന്നു. Then എന്ത് സംഭവിക്കുന്നു? It stimulates the dendrite and the forms a new electrical impulse. പുതിയ electrical impulse form ചെയ്യുന്നു. Then important ആയ ഒരു കാര്യം, എക്സാമിന് ചോദിക്കാൻ അത്രയും സാധ്യതയുള്ള കാര്യമാണ്, അസറ്റൈൽ കൊളൈൻ എഴുതാൻ കൂടെ പഠിക്കണം കേട്ടോ. അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ രണ്ടെണ്ണം ഉണ്ട്. അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ ആർ ദ എക്സാമ്പിൾസ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ചോദിക്കാൻ അത്രത്തോളം സാധ്യതയുള്ള രണ്ട് പേരുകളാണ് അസറ്റൈൽ കൊളൈനും ഡോപ്പാമിനും. അതായത് ചില ന്യൂറോൺസ് ഇവിടുന്ന് പുറത്ത് വിടുന്ന ഈ കെമിക്കൽ സബ്സ്റ്റൻസ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഏതായിരിക്കാം? അസറ്റൈൽ കൊളൈൻ ആയിരിക്കാം. ഇത് ചിലപ്പോൾ അസറ്റൈൽ കൊളൈൻ ആയിരിക്കാം. ചില ന്യൂറോൺസ് അങ്ങനെ സെക്രീറ്റ് ചെയ്യും. എന്നാൽ മറ്റു ചില ന്യൂറോൺസ് ആരെ സെക്രീറ്റ് ചെയ്യും? ഡോപ്പാമിൻ ആയിരിക്കാം. അതായത് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന്റെ ഉദാഹരണം ഏതാണെന്ന് ചോദിച്ചാൽ എഴുതേണ്ടത് ആരൊക്കെയാണ്? അസറ്റൈൽ കൊളൈൻ ആൻഡ് ഡോപ്പാമിൻ. ഓക്കെ. മറ്റൊരു ഫംഗ്ഷൻ, വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓർ യൂസ് ഓഫ് ദി സിനാപ്സ്? ആ സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ലാസ്റ്റ് ലൈൻ, ഇതൊന്നും ഒരുപാട് പേര് ശ്രദ്ധിക്കാതെ പോകുന്നതാണ്, നല്ല രീതിയിൽ ഓർക്കണം. Synapse helps to regulate the speed and direction of impulse. അതിലൂടെ വരുന്ന ആ ഇമ്പൾസ് മെസ്സേജിന്റെ സ്പീഡിനെയും ഡയറക്ഷൻ ദിശയെയും റെഗുലേറ്റ് ചെയ്യുന്നത്, നിയന്ത്രിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? സിനാപ്സിന്റെ ഫംഗ്ഷൻ. ഓക്കെ, അത് എങ്ങോട്ടാണ് പോകേണ്ടത്, ആ ഡയറക്ഷനെ ക്രമീകരിക്കാൻ പറ്റും. അതിലൂടെയുള്ള അതിന്റെ സ്പീഡിനെയും അഡ്ജസ്റ്റ് ചെയ്യാൻ ആരെ കൊണ്ട് പറ്റുന്നുണ്ട്? സിനാപ്സിനെ കൊണ്ട് പറ്റുന്നുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? വാട്ട് ഈസ് സിനാപ്സ് എന്ന് ചോദിച്ചാൽ എന്താണ്? Synapse is a junction between two neurons or a neuron and a muscle cell or a neuron and a glandular cell. ആണല്ലോ. then പറഞ്ഞെന്താണ്? Electrical impulse finally reaches
synaptic knob, and at the same time synaptic knob releases certain chemicals to the synaptic cleft. These chemicals are called neurotransmitters. These chemicals stimulates the dendrite of adjacent neuron and there forms a new electrical impulse. അവിടെ പുതിയ electrical impulse ഉണ്ടാവുന്നു. Okay. And what are the examples of neurotransmitters എന്ന് ചോദിച്ചാൽ acetylcholine, പേരൊക്കെ പഠിച്ചോളൂ ഇപ്പൊ തന്നെ. Acetylcholine and dopamine. Acetylcholine and dopamine അതെയാണ്. Then what is the use of this synapse? ഈ synapse എന്ന് പറയുന്ന ജംഗ്ഷനെ കൊണ്ടുള്ള യൂസ് എന്താണ്? Helps to regulate speed and direction of impulse. അതിലൂടെ പോകുന്ന മെസ്സേജിന്റെ സ്പീഡിനെയും ഡയറക്ഷനെയും റെഗുലേറ്റ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ആർക്കുണ്ട്? സിനാപ്സിനുണ്ട്. ഓക്കെ, അതിനെയും ഒന്ന് ശ്രദ്ധിക്കാം. അങ്ങനെയാണെങ്കിൽ എനിക്ക് രണ്ടാൾക്കാർ ആവശ്യമുണ്ട് ഇവിടുന്ന്. ഓക്കെ, ഫസ്റ്റ് കണ്ണ് ആഫിയ. ആഫിയ എന്നല്ലോടെ പേര്? ആഫിയ ഫർവിൻ MC. ആഫിയ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മള് ഒരു മിനിറ്റ് സർ, ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ? പറയടോ. ഈ രണ്ട് ന്യൂറോൺസ് തമ്മിൽ ഇങ്ങനെ ഇമ്പൾസ് പാസ് ചെയ്ത് പോകുന്ന ടൈമിൽ ഒരു ന്യൂറോണിന് എന്തെങ്കിലും സംഭവിച്ചാൽ അത് ബ്രെയിനിൽ എത്തൂല ഇമ്പൾസ്? ഇല്ല, എന്നുവെച്ചാൽ ആ ന്യൂറോണിലൂടെ പോകുന്ന മെസ്സേജ് ആണെങ്കിൽ എല്ലാ ന്യൂറോണിലും പാസ് ചെയ്യണമെന്നില്ല. ആ ന്യൂറോണിലൂടെ പാസ് ചെയ്യുന്ന ഒരു മെസ്സേജ് ആണെങ്കിൽ ആ ന്യൂറോൺസിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബ്രെയിനിൽ എത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു എക്സ്ട്രാ കാര്യം. ഓക്കെ, ഇയാൾ ചോദിച്ചുകൊണ്ട് പറയാം. നമ്മുടെ ബോഡിയിൽ നമ്മൾ ജനിക്കുന്ന സമയത്ത് എത്ര ന്യൂറോൺ ആണുള്ളത് അത്രയും ന്യൂറോൺ തന്നെ നമ്മൾ മരണ സമയത്ത് ഉണ്ടാവുള്ളൂ. കാരണം എണ്ണം കുറയുണ്ട്, ചിലപ്പോൾ പരിക്കുകൾ പറ്റി. അല്ലാതെ ന്യൂറോൺസിന് പുതിയതായിട്ട് ഫോം ചെയ്യാൻ പറ്റില്ല. ന്യൂറോൺസ് ഡിസ്ട്രോയ് ചെയ്താൽ ഡിസ്ട്രോയ് ചെയ്തതാണ്. നമ്മൾ സാധാരണ സെൽ നമ്മൾ വളരുന്നത് എങ്ങനെയാണ്? സെൽ ഡിവൈഡ് ചെയ്താണ് വളരുന്നത്. പക്ഷെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ എത്ര ന്യൂറോൺ ആണുള്ളത് അത്രയും ന്യൂറോണെ നമ്മൾ വളർന്നാലും അവസാന സമയത്ത് ഉണ്ടാവുള്ളൂ. സോ വൺസ് ഇത് ഡിസ്ട്രോയ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന് പുതിയതായിട്ട് ഉണ്ടാവില്ല. അതിന്റെ ഫംഗ്ഷൻ എന്താണോ അത് നടക്കുകയില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ നമ്മൾ ഈ ചിലപ്പോൾ തരിപ്പിക്കാറുണ്ട് നിങ്ങൾക്ക് ഈ പല്ല് വരയ്ക്കുന്ന സമയത്തൊക്കെ. അപ്പൊ ഈ ന്യൂറോൺസ് എന്ത് ചെയ്യുന്നു? ഒന്ന് തരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതിന്റെ ആക്ഷനെ ഒന്ന് തൽക്കാലം ഒന്ന് പ്രിവെന്റ് ചെയ്യുന്നു. ഈ നെർവ്സിന്റെ അല്ലെങ്കിൽ ന്യൂറോൺസിന്റെ ആക്ഷനെ പ്രിവെന്റ് ചെയ്യുന്നു. സോ നമുക്ക് അവിടെ എന്ത് ചെയ്താലും അത് ബ്രെയിനിലേക്ക് എത്തുന്നില്ല. ഓക്കെ, നിങ്ങൾ കാണാറില്ലേ സർജറീസ് ഒക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന അനസ്തേഷ്യ ഒക്കെ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. സോ സെയിം ഇതേപോലെ തന്നെ അത് ഈ നെർവ്സിനെയാണ് ആക്ട് ചെയ്യുന്നത്. നെർവ്സ് അതിന്റെ ഒരു ആക്ടിവിറ്റി തൽക്കാലം ഒന്ന് ഷട്ട് ഡൗൺ ചെയ്യുന്നു, കുറച്ചു നേരത്തിന് സ്റ്റോപ്പ് ചെയ്യുന്നു. സോ നമ്മൾ ആ പെയിൻ അറിയുന്നില്ല, ഒന്നും അറിയുന്നില്ല. സോ നെർവ്സ് ഡിസ്ട്രോയ് ചെയ്താൽ ആ ഫംഗ്ഷൻ ഇല്ല പിന്നെ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ ഞാൻ അങ്ങോട്ട്? ഓക്കെ, എടാ നമ്മൾ പറഞ്ഞതല്ലേ വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓക്കെ, എന്തായിരുന്നു വൈറ്റ് മാറ്ററും ഗ്രേ മാറ്ററും? വൈറ്റ് മാറ്റർ എന്ന് പറഞ്ഞാല് മറ്റേ സ്പൈനൽ കോഡിലും ബ്രെയിനിലും കാണപ്പെടുന്ന മൈലിൻ ഷീറ്റിലെ ഒരു പ്രത്യേക കളർ, ഒരു ഷൈനി വൈറ്റ് കളർ അങ്ങനത്തെ സംഭവം. സോ അത് അബണ്ടന്റ് ആയ ആ റീജിയനെ നമ്മൾ എന്ത് വിളിക്കുന്നു? വൈറ്റ് മാറ്റർ. അങ്ങനെയാണെങ്കിൽ ഗ്രേ മാറ്റർ ഈ മൈലിൻ ഷീറ്റ് ഇല്ലാത്ത ഭാഗങ്ങൾക്ക് ഗ്രേ മാറ്റർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾ? ഇല്ല, ഞാൻ ജസ്റ്റ് ക്വസ്റ്റൻ ആയിട്ട് നല്ല രസമായിട്ട് ചോദിച്ചേ ഉള്ളൂ. ഏതായിരുന്നു? ഓർമ്മയുണ്ടോ? ഓർമ്മയൊക്കെ ഉണ്ട്, പക്ഷെ പേര് അസറ്റൈൽകൊളൈൻ. രണ്ടാമത്തെ ആളെ പറയാൻ പറ്റുമോ? അസറ്റൈൽകൊളൈനും എന്താ? ഡോപ്പാമിൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരു ന്യൂറോണിന്റെ ഭാഗങ്ങൾ പറയാൻ പറഞ്ഞാൽ പാർട്സ് ഏതൊക്കെയാണ്? ഒരു സൈഡിൽ നിന്ന് തുടങ്ങിക്കോ. ന്യൂറോണിന്റെ പാർട്സോ? സെൽ ബോഡി, ന്യൂക്ലിയസ്, സൈറ്റോപ്ലാസം, ഡെൻഡ്രോൺ, പിന്നെ ആക്സോൺ, ആക്സോണൈറ്റ്, പിന്നെ ഷ്വാൻ സെൽ, സിനാപ്റ്റിക് നോബ്. ഓക്കെ, ഒളിഗോഡെൻഡ്രോസൈറ്റിന്റെ പ്രത്യേകത ഓർമ്മയുണ്ടോ? അത് മറ്റേ സ്പൈനൽ കോഡില് ആക്സോണിലെ എന്താ പറയാ മൈലിൻ ഷീറ്റിന്റെ ആ സംഭവം. അത് സ്പൈനൽ കോഡ് മാത്രമല്ല എവിടെയും കൂടി ഉണ്ട്, ബ്രെയിനിലും ഉണ്ട്. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ശരി, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരാൾ കൂടെ വേണമല്ലോ. മുഹമ്മദ് മുഫീദ് വി. നമ്പർ 23. മുഫീദ് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, നമ്മള് മൈലിൻ ഷീത്തിന്റെ 2-3 ഫങ്ഷൻസ് പഠിച്ചത് ഓർമ്മയുണ്ടോ? ഒരു 3-4 പറഞ്ഞിട്ടുണ്ടായിരുന്നു.
Okay, what are the functions of myelin sheath? Act as an insulator. Okay, electrical insulator ആയിട്ട് ആക്ട് ചെയ്യുന്നു. പിന്നെ Give nutrients and food to ക്ലിയർ ആയില്ല. axon. ആദ്യം എനക്ക് മനസ്സിലായോ പറഞ്ഞത് എന്താന്ന്? പറ ഒന്നുകൂടെ. Provide Nutrients and oxygen to the axon. oxygen Okay, to the അടുത്ത axon. പോയിന്റ്. ഇനിയില്ലേ ഇമ്പൾസിന്റെ എല്ലാം സ്പീഡിന് എന്ത് ചെയ്യുന്നു? Speed up ആക്സിലറേറ്റ് ദ ഇമ്പൾസസ്. ലാസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? പ്രൊട്ടക്ട് ദ ആക്സോൺ അല്ലെങ്കിൽ ന്യൂറോൺ ഫ്രം എക്സ്റ്റേണൽ ഷോക്സ് അല്ലേ? ആ എടോ വായിക്കാറൊന്നുമില്ലടോ താൻ. വായിക്കാറുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചിരുന്നോ? മീൻസ് ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് വായിച്ചിട്ടുണ്ടായിരുന്നോ? എടാ സത്യം എന്നിട്ട് പറ, വായിച്ചിരുന്നോ? ഇല്ല, ഇന്നലെ വായിച്ചില്ല. പിന്നെ എന്ന് വായിച്ച കാര്യടാ. ഓക്കെ, എടാ അടുത്ത ക്ലാസ്സിലേക്ക് വായിക്കണം കേട്ടോ. ശരി ശരി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന കാര്യങ്ങളെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. സിനാപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഈ ഡെഫിനിഷൻ ഓർമ്മ വേണേ. ഇതൻ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിന്റെ എക്സാമ്പിൾ എന്താണ്, സിനാപ്സിന്റെ ഫംഗ്ഷൻ എന്താണ്, അതിനെയും ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സിനാപ്സ് ടെക്സ്റ്റ് ബുക്കുകളിലെ പിക്ചർ തന്നെയാണ്, ഞാനൊന്ന് സ്ലൈഡിലേക്ക് വെച്ചു എന്ന് മാത്രം. ഓക്കെ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, കണ്ടോ? നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് കോമൺ ആയിട്ട് ന്യൂറോൺ ന്യൂറോൺ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമ്മൾ ഇനി എന്ത് പഠിക്കണം? എല്ലാ ന്യൂറോണും ഒരുപോലെയല്ല. അതുകൊണ്ടാണല്ലോ ഇത് പഠിക്കുന്നത്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ന്യൂറോൺ. ഏതൊക്കെയാണ് ആ വ്യത്യസ്ത തരത്തിലുള്ള ന്യൂറോൺ? ഈ താഴെ കാണിച്ച ചിത്രങ്ങളല്ല കേട്ടോ, അത് ഞാൻ ഈ സ്ലൈഡ് കുറച്ച് മുകളിൽ ഒരാൾ ഒറ്റയ്ക്ക് മാത്രം നിൽക്കായതുകൊണ്ട് താഴെ ആരെങ്കിലും ഒക്കെ വേണ്ടേ എന്ന് വിചാരിച്ച് വെച്ചതാണ്. അല്ലാതെ ഇയാൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. ഓക്കെ, നമുക്ക് വായിക്കാം. പ്രധാനപ്പെട്ട കാര്യമാണ് ഓൺ ദ ബേസിസ് ഓഫ് ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. അതാണ് പ്രധാനപ്പെട്ടത്. ആ ഇമ്പൾസ് മൂവ് ചെയ്യുന്ന, ആ മെസ്സേജ് മൂവ് ചെയ്യുന്നതിന്റെ ഡയറക്ഷൻ അടിസ്ഥാനത്തിലാണ് കേട്ടോ, അല്ലാതെ സ്ട്രക്ചറലി അല്ല. എല്ലാ ന്യൂറോണും സ്ട്രക്ചറലി ഒരുപോലെയാണ്. എന്നാൽ ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, ആ മെസ്സേജ് പോകുന്ന ഡയറക്ഷൻ എങ്ങോട്ടാണോ അതിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ന്യൂറോൺസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു. ഏതൊക്കെ രൂപത്തിലാണ്? വൺ ഈസ് സെൻസറി ന്യൂറോൺ ആൻഡ് അതർ ഈസ് മോട്ടോർ ന്യൂറോൺ. എന്തിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദി ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്. ആ ഇമ്പൾസിന്റെ ഡയറക്ഷൻ അടിസ്ഥാനത്തിൽ രണ്ട് ടൈപ്പ് ന്യൂറോൺ ഉണ്ട്, സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കേട്ടോ. നോക്കാം എന്താണ് സെൻസറി ന്യൂറോണും മോട്ടോർ ന്യൂറോണും. സിമ്പിൾ ആയിട്ട് പുറത്ത് വയ്ക്കാം. സെൻസറി ന്യൂറോൺ അതിന്റെ പ്രത്യേകത, നമ്മുടെ ബോഡിയുടെ പല ഭാഗത്തു നിന്നും, കയ്യും കാലൊക്കെ എടുക്കുക, പല ഭാഗത്തു നിന്നും ഇമ്പൾസിനെ ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നു. അപ്പം പല ഭാഗത്തു നിന്നും ആരോ മാർക്ക് ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും എത്തിക്കുന്നു. ഓക്കെ, ഇങ്ങോട്ട് കൊണ്ടുവരുന്നതാണ് സെൻസറി ന്യൂറോൺ. അങ്ങനെയാണെങ്കിൽ മോട്ടോർ ന്യൂറോൺ എന്തായിരിക്കും? മോട്ടോർ ന്യൂറോൺ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം, എവിടെ നിന്നാണ്? ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ നിന്നും ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നു. ബ്രെയിനിൽ നിന്നും സ്പൈനൽ കോഡിൽ തുടങ്ങി പല ഭാഗത്തേക്കും, കയ്യിലും കാലിലേക്കും അങ്ങോട്ട് ആരോ മാർക്കാണ് കൊടുക്കുന്നതെങ്കിൽ അതെന്താണ്? മോട്ടോർ ന്യൂറോൺ ആണ്. മനസ്സിലാക്കാൻ പറ്റുമോ? സോ സെൻസറി ന്യൂറോൺസ് ക്യാരി ഇമ്പൾസസ് ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. എവിടെ നിന്നാണ്? ഫ്രം ഡിഫറെന്റ് ബോഡി പാർട്സ്. അത് വേണമെങ്കിൽ ഓർക്കാം. ബോഡി പാർട്സിൽ നിന്നും ബ്രെയിനിലേക്കും സ്പൈനൽ കോഡിലേക്കും അങ്ങോട്ട് എത്തിക്കുന്നു. Then motor neurons carry impulses from the brain and the spinal cord to various body parts of the body. ബോഡിയുടെ പല ഭാഗത്തേക്കും അതിനെ കൊണ്ടുപോകുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റുമല്ലോ. ബേസ്ഡ് ഓൺ ദ ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ്, ഇമ്പൾസിന്റെ ഡയറക്ഷൻ അടിസ്ഥാനത്തിൽ ന്യൂറോൺസിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വൺ ഈസ് സെൻസറി ന്യൂറോൺ ആൻഡ് അതർ ഈസ് കാൾഡ് മോട്ടോർ ന്യൂറോൺ. സെൻസറി ന്യൂറോൺസിന്റെ പ്രത്യേകത, ദേ ക്യാരി ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദി brain and spinal cord, whereas motor neurons carry impulses from brain and spinal cord to various parts of the body. അങ്ങോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ മോട്ടോർ ന്യൂറോൺ, ഇങ്ങോട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് സെൻസറി ന്യൂറോൺ. സോ രണ്ട് പേരുകളെയും ഓർത്ത് വെക്കാം. ഓക്കെ, സോ ചെറിയൊരു ടോപ്പിക്കാണ്, ചെറിയൊരു കാര്യമാണ്, ചെറിയൊരു ഹെഡിങ് ആണ്. 1 മാർക്കിനോ 2 മാർക്കിനൊക്കെ ചോദിക്കാവുന്ന ചെറിയൊരു കാര്യം. കഴിയുന്നില്ല, ഇനിയുണ്ട്. ഓക്കെ, നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണെന്നറിയോ? നെർവസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ നെർവസ് സിസ്റ്റത്തിന്റെ ബേസിക് കമ്പോണന്റ് ആയ ന്യൂറോണിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ നെർവ് സെല്ലിനെ കുറിച്ചാണ് അല്ലെ? ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ലിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? നെർവ് സെല്ല് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത്? സെല്ലിന്റെ മുകളിൽ എന്താ ഉള്ളത്? ടിഷ്യൂ ആണ് അല്ലെ?
നെർവ് സെല്ല് കഴിഞ്ഞാൽ നെർവസ് ടിഷ്യൂ ആണ്. ഈ നെർവസ് ടിഷ്യൂവിനെ നമ്മൾ കോമൺ ആയിട്ട് എന്താ വിളിക്കാം? നെർവ്സ്. നെർവ്സ് എന്ന് പറഞ്ഞാൽ നെർവസ് ടിഷ്യൂ ആണ്. ഓക്കെ, ഈ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കുറെ കാര്യം കാണാൻ പറ്റും. എന്താണ് ശരിക്കും ഇത്? ഓക്കെ, ഈ ഗോൾഡൻ കളറിൽ ഇതിനുള്ളിൽ കാണപ്പെടുന്നതൊക്കെ ആരാണ്? ആക്സോൺ ആണ്. അപ്പൊ എന്താ നെർവ്? നെർവ്സ് ആർ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് അല്ലെങ്കിൽ നെർവ് ഫൈബർ. നെർവ് ഫൈബർ എന്ന് പറഞ്ഞാൽ ആക്സോൺ തന്നെയാണ്. ഒരുപാട് ആക്സോണുകളെ കൂട്ടിച്ചേർത്താൽ കിട്ടുന്ന രൂപമാണ് നെർവ്സ്. നമ്മൾ അങ്ങനെ തന്നെ അല്ലേ ടിഷ്യൂ പഠിക്കാറുള്ളത്? ഒരുപാട് സെല്ലുകൾ കൂടിച്ചേർന്നാൽ കിട്ടുന്നതാണ് ടിഷ്യൂ. അതേപോലെ തന്നെ ഒരുപാട് നെർവ് സെല്ലിന്റെ ഏത് ഭാഗമാണ്? ആക്സോൺ. ഒരുപാട് ആക്സോൺ കൂടിച്ചേർന്നാൽ കിട്ടുന്നതാണ് നെർവ്. അത് സിംപിളി ഓർത്ത് വെക്കുക. ഈ നെർവിന് ചുറ്റും ആരെ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു? കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് കവർ ചെയ്തിരിക്കുന്നു. അപ്പൊ വായിച്ചു നോക്കിയേ. Nerves are the group of axons or nerve fibers. They are covered by connective tissue. സിമ്പിൾ ആയിട്ട് ഓർക്കാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപാട് വിറക്, ചെറിയ ചെറിയ മരക്കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് വലിയൊരു വിറകിന്റെ കെട്ടുണ്ടാക്കുന്നു. ഓക്കെ, വലിയൊരു വിറക് കെട്ടുണ്ടാക്കുന്നു. ആ വിറകിന്റെ കെട്ട് എങ്ങനെ രൂപം കൊള്ളുന്നത്? നമ്മൾ ഒരുപാട് ചെറിയ ചെറിയ വിറകുകൾ കൂട്ടിവെച്ച് അവസാനം അതിനെ ഒന്ന് കൂട്ടി കെട്ടുമ്പോൾ അതൊരു വിറകിന്റെ കെട്ടായി. ഓക്കെ, അതേപോലെ തന്നെയാണ് നെർവ്സ് രൂപം കൊള്ളുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ ഓരോ വിറകാണ് വെച്ചത് എങ്കിൽ ഈ നെർവ്സിൽ ഇവിടെ ആരെയാണ് വെക്കുന്നത്? ഒരുപാട് ആക്സോണെയാണ്. ഒരുപാട് ആക്സോണിനെ നമ്മൾ അങ്ങനെ അടുക്കി 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 വെക്കുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കയർ ഉപയോഗിച്ചാണ് അതിനെ കെട്ടുന്നത്. ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ആക്സോണിന് ചുറ്റും ആരെ വെച്ച് പൊതിയുന്നു? കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് ഒന്ന് കവർ ചെയ്യുന്നു. ആ രൂപത്തെ, ഈ വലിയ രൂപത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? നെർവ്സ് എന്ന് വിളിക്കുന്നു. നാഡികൾ എന്ന് വിളിക്കുന്നു. നെർവ്സ് എന്ന് പറഞ്ഞാൽ നെർവസ് ടിഷ്യൂ ആണ്. അപ്പൊ സെല്ല് കഴിഞ്ഞു. ഇപ്പൊ നമ്മൾ ഞാനെ കുറിച്ച് പറയുന്നു? നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നെർവ്സിനെ കുറിച്ച് പറയുന്നു. വാട്ട് ആർ നെർവ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? നെർവ്സ് ആർ ദ ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ്. ആക്സോൺസിന്റെ ഗ്രൂപ്പിനെയാണ് എന്ത് വിളിക്കുക? നെർവ്സ് എന്ന് വിളിക്കുന്നത്. നാഡികൾ അല്ലെങ്കിൽ നെർവ്സ് എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ആക്സോൺ ആൻഡ് ദേ ആർ കവേർഡ് ബൈ കണക്റ്റീവ് ടിഷ്യൂ. കണക്റ്റീവ് ടിഷ്യൂ കൊണ്ട് അതിനെ കവർ ചെയ്യുകൂടെ ചെയ്താൽ അതെന്താണ്? നെർവ്സ് ആണ്. ഓക്കെ, ഇനി ചെറിയൊരു കാര്യം കൂടി ഇവിടെ ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് നെർവ്സ്. നേരത്തെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഇതെന്താണ്? ടൈപ്സ് ഓഫ് ന്യൂറോൺ ആണ്. രണ്ട് ടൈപ്പ്: സെൻസറി ന്യൂറോൺ, മോട്ടോർ ന്യൂറോൺ. ന്യൂറോൺ അല്ല നെർവ്. ന്യൂറോണും നെർവ് തമ്മിൽ വ്യത്യാസമുണ്ട്. ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ബേസിക് ആയ സെല്ലാണ്. നെർവ് എന്ന് പറഞ്ഞാലോ ആക്സോൺ ഒരുപാട് കൂടി ചേർന്ന വലിയ സ്ട്രക്ചറിനെയാണ് എന്ത് പറയാ? നെർവ്. ഇനി നെർവ്സ് എത്ര തരത്തിലുണ്ട് എന്ന് പറയുന്നു? 3 എണ്ണം. ഓക്കെ, സെൻസറി നെർവ് നമ്മൾ നേരത്തെ പഠിച്ചത് സെൻസറി ന്യൂറോൺ ആണ്. ഇതെന്താണ്? സെൻസറി നെർവ് ആണ്. ഫോംഡ് ഓഫ് സെൻസറി നെർവ് ഫൈബേഴ്സ്. നെർവ് ഫൈബർ എന്ന് പറഞ്ഞാൽ ആക്സോൺ ആണ്. സെൻസറി ന്യൂറോൺ കൊണ്ടുണ്ടായ നെർവിനെ സെൻസറി നെർവ് എന്ന് പറയുന്നു. മോട്ടോർ ന്യൂറോൺ കൊണ്ടുണ്ടായ ന്യൂറോണിനെ മോട്ടോർ നെർവ് എന്ന് പറയുന്നു. ഇനി അല്ലാതെ വരുന്നതാണ് മിക്സഡ് നെർവ്. നോക്കി, സെൻസറി നെർവ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. നേരത്തെ പറഞ്ഞത് സെൻസറി ന്യൂറോൺ ആണ്. ഇപ്പൊ പറയുന്നത് അത് കൂടി ചേർന്നുണ്ടായ നെർവ് ആണ്. ഓക്കെ, sensory nerve carries impulses from various parts of the body to the brain and the spinal cord. നേരത്തെ പറഞ്ഞ എക്സാക്ട് തന്നെയാണ്. പക്ഷെ നേരത്തെ പറഞ്ഞത് സെൻസറി ന്യൂറോൺ ആണ്, ഇപ്പൊ പറയുന്നത് സെൻസറി നെർവ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മോട്ടോർ നെർവിന്റെ പ്രത്യേകത എന്താണ്? carries impulses from brain and the spinal cord to various parts of the body. അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണ് മോട്ടോർ നെർവ്, ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് സെൻസറി നെർവ്. എന്നാൽ മിക്സഡ് നെർവിന്റെ പ്രത്യേകത എന്താണ്? ഇത് രണ്ടും ചില നെർവിന് അബിലിറ്റി ഉണ്ട്. അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റും, തിരിച്ചു കൊണ്ടുവരാനും പറ്റും. അതോർത്ത് ക്യാരീസ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം. അങ്ങോട്ട് കൊണ്ടുപോകുന്നു ആൻഡ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അങ്ങോട്ട് കൊണ്ടുപോകാനും പറ്റും, തിരിച്ചു കൊണ്ടുവരാനും പറ്റും ചില നെർവ്സിന്. അവരെയാണ് എന്ത് വിളിക്കുന്നത്? മിക്സഡ് നെർവ്സ്. സോ വാട്ട് ആർ നെർവ്സ് എന്ന് വെച്ചാൽ എന്താണ്? നെർവ്സ് ആർ ദി ഗ്രൂപ്പ് ഓഫ് ആക്സോൺസ് അല്ലേ? Nerves are the group of axons. അവയെ എന്ത് ചെയ്യുന്നുണ്ട്? They are covered by connective tissue. Then we can classify nerves into 3 major groups. 3 groups, like 3 types. One is sensory nerve, other is motor nerve, and the last one mixed nerve. 3 types nerves are there. Okay. Sensory nerve carries impulses from various parts of the body to the brain and spinal cord. Motor nerve ആവുമ്പോൾ ദേവനന്ദ, ഇയാളുടെ മൈക്ക് കുറെ നേരമല്ലേ ഓൺ ചെയ്യുന്നുണ്ടല്ലോ. ദേവനന്ദ ശ്രദ്ധിക്കണം കേട്ടോ അത്. ഓക്കെ, ഇയാളുടെ അടുത്തേക്ക് ഞാൻ വരാം. ഒന്ന് പറഞ്ഞു കഴിയട്ടെ.
അവിടെ എന്തൊക്കെയോ പരിപാടിയാണ്. ഓക്കെ, സോ മോട്ടോ നെർവ് ആകുമ്പോഴോ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ബ്രെയിനിൽ നിന്ന് സ്പൈനൽ കോഡിൽ നിന്ന് ബോഡി പാർട്സിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് രണ്ടിനും അബിലിറ്റി ഉള്ളവരെ നമ്മൾ എന്ത് വിളിക്കുന്നു? മിഡ്സെറ്റ് നെർവ്സ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇത്രയും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാഠത്തിന്റെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ പാഠത്തിന് നമുക്ക് 50-50 ആക്കി തരംതിരിച്ചു കഴിഞ്ഞാൽ പാഠത്തിന്റെ ആദ്യ ഭാഗം നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ അഡ്വാൻസ് ലെവലിലേക്ക് ബാക്കി ഭാഗം ഒരു രണ്ടാം ഹാഫ്, സെക്കൻഡ് ഹാഫ് ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. സോ ഈ ഫസ്റ്റ് ഹാഫ് ഓൾമോസ്റ്റ് ഓക്കെ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഓർമ്മയുണ്ടോ? ഇന്ന് എവിടെ നമ്മൾ തുടങ്ങിയത്? യെസ്, ഇതാണ് അല്ലേ? മറക്കരുത് കേട്ടോ. മൈലിൻ ഷീറ്റിന് ഷൈനി വൈറ്റ് കളറാണ്. അവ കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭാഗത്തെ വൈറ്റ് മാറ്റർ എന്നും തീരെ കാണപ്പെടാത്ത ഭാഗത്തെ ഗ്രേ മാറ്റർ. 1 മാർക്കിനോ 2 മാർക്കിനോ എക്സ്പെക്ട് ചെയ്യാവുന്ന ചോദ്യം. ഓക്കെ, നമ്മൾ പറഞ്ഞത് യെസ്, ഈ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം അല്ലേ? പുറത്ത് പോസിറ്റീവ് ചാർജ്, അകത്ത് നെഗറ്റീവ് ചാർജ്. കാരണം ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെർട്ടൻ അയോൺസ്. സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നു. അവിടെ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഫോം ചെയ്യുന്നു. അത് അഡ്ജസന്റ് പാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. ദെൻ അത് പ്രോസസ് കണ്ടിന്യൂ ചെയ്യുന്നു. ഇമ്പൾസിനെ ഒന്നിൽ നിന്ന്, ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊന്നിലേക്ക് കൊടുക്കണം. 2 ന്യൂറോൺ തമ്മിലുള്ള ജംഗ്ഷൻ ആണ് സിനാപ്സ്. കൃത്യമായിട്ട് പറഞ്ഞാൽ എങ്ങനെയാണ്? സിനാപ്സ് ഈസ് എ ജംഗ്ഷൻ ബിറ്റ്വീൻ 2 ന്യൂറോൺസ് or a neuron and a muscle cell or a neuron and a glandular cell അല്ലേ? ദെൻ ഓർത്ത് വയ്ക്കുക, ഇവിടെ നിന്നും അല്ലെങ്കിൽ സിനാപ്റ്റിക് നോബിൽ നിന്നും ചില കെമിക്കൽസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. എങ്ങോട്ടാണ്? സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്കാണ്. അവയെ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അവ എന്ത് ചെയ്യുന്നുണ്ട്? They binds to the dendrite of adjacent neuron and stimulate the dendrite. അവിടെയും എന്ത് ഫോം ചെയ്യുന്നു? It forms a new electrical impulse. Then പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. Then ഈ പേര് ഓർത്ത് വെക്കണം. What are the examples of neurotransmitters? Example acetylcholine. പഠിച്ചു വെക്കണം ഇപ്പൊ തന്നെ. Acetylcholine and dopamine. And what is the use of this synapse? Helps to regulate the speed and the direction of impulse. Impulse-ന്റെ സ്പീഡും ഡയറക്ഷനും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. Then types of neuron, 2 ടൈപ്പ് ഏതൊക്കെയായിരുന്നു? സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ. ഓൺ ദ ബേസിസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഡയറക്ഷൻ ഓഫ് ഇമ്പൾസ് ആണ് അല്ലേ? സെൻസറി ന്യൂറോൺ എന്താണ്? ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ ബോഡി ടു ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. മോട്ടോർ നെർവ് ആണെങ്കിൽ ക്യാരീസ് ഇമ്പൾസസ് ഫ്രം ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്സ് ടു വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി. നമ്മൾ പറഞ്ഞത് നെർവ്സ്. എന്തായിരുന്നു നെർവ്സ്? Nerves are the group of axons and they are covered by connective tissue. The nerves can be classified into 3 types: sensory nerve, motor nerve and mixed nerve. ഇത്രയുമാണ് നമ്മൾ ഇന്ന് പറഞ്ഞത്. ഓക്കെ, ഒരു 1 മിനിറ്റ് നിങ്ങളൊന്ന് വെറുതെ ഇരിക്കും, പോവല്ലേ? ഞാനൊന്ന് വെള്ളം കുടിക്കാൻ എടുക്കുന്ന ബ്രേക്കാണ്. ഓക്കെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞല്ലോ ഇടയ്ക്കൊരാള്. നമ്മളാള് തന്നെ. എടാ ദേവനന്ദ, ഇവിടെ വന്നേ. ദേവനന്ദ. ഹലോ. എന്താണ് ദേവനന്ദ ഇടയ്ക്കിടയ്ക്ക് മൈക്ക് ഓൺ ചെയ്യുന്നുണ്ടല്ലോ? വീട്ടിൽ നിന്ന് കുറെ ഒച്ചയും ബോളൊക്കെ ഇങ്ങോട്ട് കേൾക്കുന്നുണ്ടല്ലോ. സർ ഇവിടെ റേഞ്ച് ഇല്ല, അപ്പൊ മ്യൂട്ട് ചെയ്യാതെ വിടുന്നൊക്കെ ഡിഫറെന്റ് അല്ലേ? അല്ല, മഴയാണ്, അപ്പൊ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാനൊന്നും കഴിയില്ല. ശരി ശരി. എന്റെ കേൾക്കാൻ പറ്റുന്നുണ്ടോ അപ്പൊ? ഇടയ്ക്ക് റേഞ്ച് ഇങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ അങ്ങനെ മാറ്റി കൊടുക്കണം എന്നേ ഉള്ളൂ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? മീൻസ് റേഞ്ച് പോയാലും കാര്യങ്ങൾ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? ഉണ്ട്. ഓക്കെ, ശരി. ഇയാളുടെ വീട് എവിടെയാ? ഇരുവേറ്റി. ഓക്കെ. ഇവിടെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞതില്ലേ എന്താണ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ന്യൂറോൺ എന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓക്കെ, എത്ര ടൈപ്പ് ആണ് ന്യൂറോൺ? ന്യൂറോൺ 2 ടൈപ്സ്. ഏതൊക്കെയാണ്? ഏതൊക്കെയായിരുന്നു 2 തരത്തിലുള്ള ന്യൂറോൺസ്? ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മള്. സെൻസറി ന്യൂറോൺ ആൻഡ് മോട്ടോർ ന്യൂറോൺ.
ഓക്കെ, എന്താ മോട്ടോർ ന്യൂറോണിന്റെ ഫംഗ്ഷൻ? നോക്കി ക്യാരീസ് പറയണോ? അല്ല എന്താ പറഞ്ഞു. അത് ഞാൻ ഓക്കെ, പറഞ്ഞു. carries impulses from brain and spinal cord to the various parts of the body. ഓക്കെ, എന്തായിരുന്നു ഒലിഗോഡെൻഡ്രോസൈറ്റ് എന്ന് പറഞ്ഞാൽ? അതിന്റെ ഫംഗ്ഷൻ എന്തായിരുന്നു? എന്താ പറയാ, ബ്രെയിനിലും സ്പൈനൽ കോഡിലും ആരെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു? മൈലിൻ ഷീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, എന്താ നെർവ്സ് എന്ന് പറഞ്ഞാൽ? വാട്ട് ആർ നെർവ്സ്? ദേവനന്ദ, ഈ ഒരു ഗ്യാപ്പ് സമയം എടുക്കണമെന്നല്ലോ, എന്താ പ്രശ്നം? കിട്ടുവോ ദേവനന്ദ? ആഹാ, ഈ ബുക്ക് മറക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണോ അതോ റേഞ്ചിന്റെ പ്രശ്നം? പെട്ടെന്ന് കോള് വന്നു. ഇവിടെ ഇയാളുടെ മൊത്തം പ്രശ്നമാണല്ലോ. ആ പറയടോ. പ്രൊഡ്യൂസ് മൈലിൻ ഷീറ്റ് ഇൻ. അതൊക്കെ കഴിഞ്ഞടോ നമ്മള്. ഞാനിപ്പോ എവിടെയാ ചോദിച്ചത്? ഞാൻ നെർവ്സ് എന്താന്ന് ചോദിച്ചത്. വാട്ട് ആർ നെർവ്സ്? എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞ കാര്യം? ഗ്രൂപ്പ്സ് ഓഫ് ആക്സോൺസ്. ആക്സോൺസ് ആൻഡ് they are covered by എന്താണ് എന്ത് ടിഷ്യൂസ്? കണക്റ്റീവ് ടിഷ്യൂസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് നെർവ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? ഏതൊക്കെ ടൈപ്പാണ്? സെൻസറി നെർവ്സ്, മോട്ടോർ നെർവ്സ് ആൻഡ് മിക്സഡ് നെർവ്സ് അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നോക്കൂട്ടോ, എവിടെയാണ് റേഞ്ച് ഉള്ളത് എന്നുവെച്ചാൽ വീട്ടിലിരിക്കുന്ന സമയമല്ലേ, വീട്ടിൽ എവിടെയാണോ ആ റേഞ്ച് ഉള്ളത് ആ ഒരു പൊസിഷനൊക്കെ ഓൾറെഡി കണ്ടെത്തി വെച്ച് നല്ലൊരു സ്ഥലത്തൊക്കെ പോയിരിക്കും, ഒച്ചയുമ്പോഴൊന്നും ഇല്ലാതെ. ശരിയെങ്കിൽ ഓക്കെ, മ്യൂട്ട് ചെയ്തോ. ജയ്ഹാൻ നമ്പർ 29, ജയ്ഹാൻ ഗഫൂർ CH. അങ്ങനെ തന്നെയല്ലോ പേര്? ജയ്ഹാൻ, അവിടെ ജയ്ഹാൻ കേൾക്കുന്നുണ്ടോ? ജയ്ഹാൻ, നിനക്ക് കേൾക്കുന്നുണ്ടോ അറിയില്ല, പക്ഷെ ഹലോ ഹലോ എടോ, എന്റെ സ്പീക്കർ ഒന്ന് ഓഫ് ചെയ്തേ. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. അതിപ്പോ അറിയണ്ടേ, ഞാൻ കേൾക്കണ്ടേ? ഓക്കെ, അങ്ങനെയാണെങ്കിലേ എന്തായിരുന്നു സിനാപ്സ് എന്ന് പറഞ്ഞാല്? നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യം എന്തായിരുന്നു? വാട്ട് ഈസ് സിനാപ്സ്? എവിടെ പോയതാടാ? നോക്കാൻ പോയതാണോ ജെഹാൻ? The junctions between neurons. അത്രേ ഉള്ളോ? അത്രയല്ലേ? അതാണ്, പക്ഷെ അത്രയല്ലല്ലോ ഉള്ളത്. Or neuron and the muscle cells of neurons and glandular cells. ഇവിടെ നോക്കി വായിക്കുമ്പോ അതിന്റെ ഫീലൊക്കെ കൊടുത്ത് വായിക്കടോ. അങ്ങനെയാണെങ്കിൽ ടൈപ്സ് ഓഫ് നെർവ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് ടൈപ്പ്? വേഗം പറ. Sensory nerve, motor nerve, mixed nerve. Okay, what is the function of synaptic knob? അത് അടുത്ത ഇതിക്ക് പാസ് ചെയ്യും. അതിനു വേണ്ടി എന്തോ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ഒരു സാധനം. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. Okay, give an example for neurotransmitter. രണ്ട് എക്സാമ്പിൾ നമ്മൾ പഠിച്ചു. ഡെൻഡ്രൈറ്റിക്ക് പോണത് അതല്ല ആ കെമിക്കൽസിന് രണ്ട് എക്സാമ്പിൾ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിന് രണ്ട് എക്സാമ്പിൾ എന്ന് പറഞ്ഞിട്ട് രണ്ട് പേര് പഠിച്ചില്ലേ നമ്മള്? ഒന്ന് അസറ്റൈൽ കൊളൈൻ ആണ്, രണ്ടാമത്തത് ആരാണ്? ഡോപ്പാമൈൻ അല്ലേ? ഓക്കെ, അങ്ങനെ ഇത് അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത് പഠിക്കേണ്ടത് എന്നുവെച്ചാൽ മുഴുവൻ പറയുന്നൊന്നുമില്ല കേട്ടോ, കാരണം ഇത് നമ്മുടെ പാഠത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗമാണ്, അങ്ങനെ തന്നെ പഠിക്കേണ്ടതാണ്. പക്ഷെ അടുത്ത ക്ലാസ്സിലേക്ക് നമ്മൾ എന്താണെന്നുള്ള ഈ ഇൻട്രൊഡക്ഷൻ മാത്രം ഒന്ന് കവർ ചെയ്യുന്നു. നമുക്കിനി ആരെക്കുറിച്ചാണ് പഠിക്കേണ്ടത്? നെർവസ് സിസ്റ്റം ആണ്
നമ്മൾ ആദ്യം ന്യൂറോൺ അല്ലെങ്കിൽ നെർവ് സെല്ല് പഠിച്ചു, പിന്നെ നെർവസ് ടിഷ്യൂ അല്ലെങ്കിൽ നെർവിനെ കുറിച്ച് പഠിച്ചു. ദെൻ നമുക്കിനി ആരെ കുറിച്ച് പഠിക്കണം? നെർവസ് സിസ്റ്റം. സോ കുറച്ചുകൂടി ഒരു പിക്ചോറിയൽ ലെവലിലോ കുറച്ചുകൂടി മനസ്സിലാക്കാൻ പറ്റുമായിരിക്കും. ഓക്കെ, നെർവസ് സിസ്റ്റം ക്യാൻ ബി ക്ലാസിഫൈഡ് ഓർ ഡിവൈഡഡ് ഇൻടു 2 ഗ്രൂപ്പ്സ്. നമ്മൾ അതിനെ 2ആയി ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തതിനെ സെൻട്രൽ നെർവസ് സിസ്റ്റം. ഓക്കെ, സെൻട്രൽ എന്ന് പറയുമ്പോൾ തന്നെ കേന്ദ്രമാണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം. രണ്ടാമത് വരുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സോ ഹ്യൂമൻ ബോഡിയിലെ നെർവസ് സിസ്റ്റത്തെ നമ്മൾ 2ആയി ക്ലാസിഫൈ ചെയ്യുന്നു. വൺ ഈസ് സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് അതർ ഈസ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. കാണുന്നില്ലേ? ബ്രെയിൻ ഉണ്ട്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് കാണപ്പെടുന്ന ഒരു ലോങ് ത്രെഡ് ആണ് സ്പൈനൽ കോഡ്. നമ്മുടെ നട്ടിലില്ലേ, വെർട്ടിബ്രൽ കോളം, നട്ടിലിന്റെ അല്ലെങ്കിൽ വെർട്ടിബ്രൽ കോളത്തിന്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന ഒരു ചെറിയൊരു കയറൊക്കെ പോലെയുള്ള ഒരു ദണ്ട് പോലെയൊക്കെ ഇരിക്കുന്ന ഒരു ഭാഗമാണ് സ്പൈനൽ കോഡ്. ഓക്കെ, ഈ ബ്രെയിനും സ്പൈനൽ കോഡും ഇത് രണ്ടും ഉൾപ്പെടുന്നത് ഏത് നെർവസ് സിസ്റ്റമാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ് അത് രണ്ടും ഉൾപ്പെടുന്നത്. ഓക്കെ, സോ നെർവസ് സിസ്റ്റത്തെ 2ആയി ഡിവൈഡ് ചെയ്യുന്നു. സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് അതർ ഈസ് പെരിഫറൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ വരുന്നത് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. ഓക്കെ, ബ്രെയിനും സ്പൈനൽ കോഡും, കാരണം ഇവ രണ്ടുപേരുമാണ് ഏറ്റവും കേന്ദ്ര ഭാഗങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗങ്ങൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ എവിടെ ഉൾപ്പെടുത്തുന്നു? സെൻട്രൽ നെർവസ് സിസ്റ്റം, കേന്ദ്രമായ ഒരു നെർവസ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തുന്നു. ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടത്, ബ്രെയിനിൽ നിന്നും ഒരുപാട് നെർവ്സ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണിലേക്കും ചെവിയിലേക്കും ഒക്കെ നെർവ് വരുന്നുണ്ട്. അതേപോലെ സ്പൈനൽ കോഡിൽ നിന്നും ഒരുപാട് നെർവ് നമ്മുടെ കൈയിലേക്കും കാലിലേക്കും ഒക്കെ നെർവ് വരുന്നുണ്ട്. ഓക്കെ, ഇവയിൽ നിന്ന് വരുന്ന നെർവ്സ് ഉൾപ്പെടുന്നതാണ് പെരിഫറൽ നെർവസ് സിസ്റ്റം. ഓക്കെ, ക്രേനിയൽ നെർവ്സ് കണ്ടോ? ബ്രെയിനിൽ നിന്നും 12 പെയർ, ടോട്ടൽ 24 നെർവ്സ് അല്ലെങ്കിൽ 12 പെയർ ഓഫ് ക്രേനിയൽ നെർവ്സ് ഉണ്ട്, ബ്രെയിനിൽ നിന്നും ഫോം ചെയ്യുന്നുണ്ട്. എവിടെ വരുന്നു? പെരിഫറൽ നെർവസ് സിസ്റ്റം. സ്പൈനൽ കോഡ് കണ്ടോ? ബോഡിയിൽ ത്രൂ ഔട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടതാണ് സ്പൈനൽ നെർവ്സ്. എത്ര പേരാണ്? 31 പെയർ സ്പൈനൽ നെർവ്സ് ഉണ്ട്. ഈ നമ്പർ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രേനിയൽ നെർവ്സിന്റെ നമ്പർ 12 പെയർ, എക്സാമിന് ചോദിക്കാറുള്ളതാണ്. 12 പെയർ, സ്പൈനൽ നെർവ്സ് 31 പെയർ. ഓക്കെ ആണോ? അപ്പൊ ബ്രെയിനും സ്പൈനൽ കോഡും ഏത് സിസ്റ്റത്തിലാണ്? സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലാണ്. എന്നാൽ ബ്രെയിനിൽ നിന്ന് ഫോം ചെയ്യുന്ന നെർവ്സും സ്പൈനൽ കോഡിൽ നിന്ന് ഫോം ചെയ്യുന്ന നെർവ്സും എവിടെയാണ്? പെരിഫറൽ നെർവസ് സിസ്റ്റത്തിലാണ്. സോ ഇത്രയും മതി. നമ്മൾ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഇത്രയും ഓർത്ത് വെക്കുന്നു. അപ്പൊ ലാസ്റ്റ് പറഞ്ഞത് ഓർമ്മയുണ്ടോ? നെർവസ് സിസ്റ്റം ക്യാൻ ബി ഡിവൈഡഡ് ഇൻടു 2 ഗ്രൂപ്പ്സ്. വൺ ഈസ് central nervous system and other is peripheral nervous system. Central nervous system consists of brain and spinal cord, whereas peripheral nervous system contain 12 pair of cranial nerves. Cranial nerves എന്ന് പറഞ്ഞാൽ ബ്രെയിനിൽ നിന്നും ഫോം ചെയ്യുന്ന നെർവിനെയാണ് എന്താ പറയാ? ക്രേനിയൽ നെർവ്. അത് ടോട്ടൽ 24 എണ്ണം ഉണ്ട്. അല്ലാതെ പെയർ ആയിട്ട് ചോദിച്ചാൽ 12 പെയർ. സ്പൈനൽ കോഡിൽ നിന്ന് ഫോം ചെയ്യുന്ന നെർവ്സ് നമ്മൾ എന്ത് പറയുന്നു? സ്പൈനൽ നെർവ്സ്. ടോട്ടൽ 62. നമ്പർ ചോദിച്ചാൽ 31 പെയർ. 31 പെയർ അല്ലെങ്കിൽ 62. ഓക്കെ, നമുക്കിനി പഠിക്കേണ്ടത് എന്താണ്? നെർവസ് സിസ്റ്റത്തിലെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലെ ആദ്യം ബ്രെയിൻ പഠിക്കണം, ദെൻ സ്പൈനൽ കോഡ് പഠിക്കണം. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പെരിഫറൽ നെർവസ് സിസ്റ്റം പഠിക്കണം. അതുകൂടെ കഴിയുമ്പോഴേക്കും ചാപ്റ്റർ തീരും. ഓക്കെ, പിന്നെ ബ്രെയിന്, സ്പൈനൽ കോഡ്, ഈ പറയുന്ന നെർവ്സിനെ കുറിച്ചും ചെറുതായിട്ടൊന്ന് പഠിക്കാനുണ്ട്. അതോടുകൂടി ചാപ്റ്റർ തീരും. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ഇത്രയും മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ കോമൺ ആയിട്ടാണ് നമ്മൾ എല്ലാവരോടും കൂടി ചോദിക്കുകയാണ്. ഇത്രയും പറഞ്ഞതിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ ബുദ്ധിമുട്ടുള്ളതോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ? ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ആരെങ്കിലും ഒക്കെ മൈക്ക് ഓൺ ചെയ്തോ? അവിടെ നിങ്ങളുടെ അഭിപ്രായം പറ. ഒരു മൈക്ക് ഓൺ ചെയ്തൊരു അഭിപ്രായം പറയാനാണ് ഇത്ര ബുദ്ധിമുട്ട്. ഫസ്റ്റ് എടുത്തത്. ഓക്കെ, അത് ക്ലാസ്സിൽ ഇല്ലാത്തതാണോ അതോ ഒന്ന് മനസ്സിലാവാത്ത പ്രശ്നമാണോ? അല്ല, ഇന്നെടുത്തേ ഫസ്റ്റ്. ഓക്കെ, ഇന്നെടുത്തതിന്റെ ഫസ്റ്റ്. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ അതിനൊന്ന് പറയാം. മനസ്സിലായവർക്ക് വീണ്ടും കേൾക്കുന്നത് ബുദ്ധിമുട്ട് ഇല്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ച്. നമ്മൾ എന്താ പറയുക, ചെറുതായിട്ട് കൺസെപ്റ്റിന് ആദ്യം ആ കോൺസെപ്റ്റ് ഔട്ടർ പാർട്ടിൽ പുറത്ത് പോസിറ്റീവ് ആണ്, അകത്ത് നെഗറ്റീവ് ആണ്. വളരെ സിമ്പിൾ ആയിട്ട് മാത്രം ആലോചിക്കും. ഓക്കെ, നെറ്റ് കണക്ഷൻ എന്തൊക്കെ അൺസ്റ്റേബിൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, പറയുന്നത് എന്താണ്? ആദ്യം ആ കോൺസെപ്റ്റ് ക്ലിയർ ആക്കാൻ ശ്രദ്ധിക്കാം. നോക്കൂ, പ്ലാസ്മ മെംബ്രെയിന്റെ ഔട്ടർ പാർട്ട്
പോസിറ്റീവ് ആണ്, ഉള്ളിൽ നെഗറ്റീവ് ആണ്. പുറത്ത് പോസിറ്റീവ്, ഉള്ളിൽ നെഗറ്റീവ്. കാരണം എന്താണ്? ഡിഫറൻസ് ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സെർട്ടൻ അയോൺസ്. അയോൺസിനെ ക്രമീകരിക്കുന്നതിലെ വ്യത്യാസമാണ്. അയോൺസിനെ ക്രമീകരിക്കുന്നതിലെ വ്യത്യാസം കൊണ്ട് എന്തുണ്ടാവുന്നു? ഔട്ടർ പാർട്ട് പോസിറ്റീവ് ആകുന്നു, ഇന്നർ പാർട്ട് നെഗറ്റീവ് ആകുന്നു. വളരെ സിമ്പിൾ ആയിട്ട്. ഓക്കെ, ഇനി ഇതിലേക്ക് ഒരു സ്റ്റിമുലസ് വന്നാൽ എവിടെയാണോ സ്റ്റിമുലസ് വന്നത് അവിടെ ചാർജുകളും പോസിറ്റീവ് ചാർജ് ഉള്ളിലെത്തുന്നു, നെഗറ്റീവ് ചാർജ് പുറത്തെത്തുന്നു. ഓക്കെ, ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഇവിടെ മെസ്സേജ് ഉണ്ടാവുന്നു, അതായത് എന്തുണ്ടാവുന്നു? ഇമ്പൾസ് ഉണ്ടാവുന്നു. ഓർക്കാൻ ബുദ്ധിമുട്ടല്ലേ? അല്ലോ, സിമ്പിൾ അല്ലേ? നോക്കിയേ, പ്ലാസ്മ മെംബ്രെയിന്റെ നോർമലി പുറത്ത് പോസിറ്റീവ് ആണ്, അകത്ത് നെഗറ്റീവ് ആണ്. ഓക്കെ, ചെറിയൊരു കാര്യം. ദെൻ സ്റ്റിമുലസ് വരുന്നു, ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ചാർജ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എന്തുണ്ടായി? ഇമ്പൾസ് ഉണ്ടായി. ഓക്കെ, ഈ ഇമ്പൾസ് തൊട്ടടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെയും എന്ത് സംഭവിക്കുന്നു? ചാർജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഇവിടെയും എന്തുണ്ടായി? ഇമ്പൾസ് ഉണ്ടായി. ഇവിടെ ഉണ്ടായി ഇമ്പൾസ് എങ്ങോട്ട് പോകുന്നു? തൊട്ടടുത്ത ഭാഗത്തേക്ക് പോകുന്നു. ഇവിടെയും എന്ത് സംഭവിക്കുന്നു? ചാർജുകൾ റിവേഴ്സിൽ സംഭവിക്കുന്നു. ദെൻ അത് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യുന്നു. ഇതാണ് ഐഡിയ. ദെൻ ലൈൻസ് ഓർക്കാനാണെങ്കിൽ ദ ഔട്ടർ സർഫസ് ഓഫ് ദ പ്ലാസ്മ മെംബ്രെയിന്റെ ഔട്ടർ സർഫസ് is positively charged and the inner surface is negatively charged. നമ്മൾ പറഞ്ഞ കാര്യത്തിൽ പുറത്ത് പോസിറ്റീവ്, അകത്ത് നെഗറ്റീവ്. Why this charge difference വെച്ചാൽ എന്താണ്? This is due to the distribution of certain ions. അയോൺസിന്റെ ക്രമീകരണത്തിലുള്ള ചില ഡിഫറൻസ് കൊണ്ടാണ്. When stimulated ചെയ്യുമ്പോൾ സംഭവിക്കുന്നു? ഈ പർട്ടിക്കുലർ പാർട്ടിൽ മാത്രം. Yes, when stimulated the distribution of ions, ഈ ഭാഗത്തുള്ള distribution of ions എന്ത് ചെയ്യുന്നു? Distribution of ions in that particular part changes. ഇവിടെയുള്ള അയോൺസ് ചേഞ്ച് ചെയ്യുന്നു. അങ്ങനെയൊന്നും പഠിച്ചില്ലെങ്കിൽ പോലും when stimulated a reversal of charges occur. ചാർജുകളുടെ റിവേഴ്സൽ നടക്കുന്നു and there forms an impulse. അവിടെ ഒരു ഇമ്പൾസ് ഫോം ചെയ്യുന്നു. This impulse stimulates the adjacent part. തൊട്ടടുത്ത ഭാഗത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, ഇവിടെയും എന്ത് നടക്കുന്നു? സിമിലർ ചേഞ്ച് occur there too. ഇവിടെയും അതേപോലെ നടക്കുന്നു and this process continues. ഈ പ്രോസസ് തുടർന്ന് പോകുന്നു. അത്രേ ഉള്ളൂ കാര്യം. ഓക്കെ, വേറെ എന്തെങ്കിലും ആർക്കെങ്കിലും ഒന്നും പറയാനില്ല? ഓക്കെ, അതിൽ വിളിച്ച കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതിൽ ചില ആൾക്കാർ ഓക്കെ ഹോണസ്റ്റ് ആയിട്ടാണെങ്കിൽ പോലും അറിയില്ല എന്ന് പറഞ്ഞ ഒരാൾക്കാരൊക്കെ ഉണ്ട്. എന്നുവെച്ചാൽ അറിയില്ല എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി ആണ്, പക്ഷെ അത് ക്രെഡിറ്റ് അല്ല കേട്ടോ. നമ്മൾ അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയുന്നത് ക്രെഡിറ്റ് ആയിട്ടല്ല. അറിയാത്ത കാര്യം അറിയില്ല എന്ന് പറയാം, പക്ഷെ അത് അടുത്ത സമയം ഒരു മിനിമം സമയം കൊണ്ട് എന്ത് ചെയ്യണം? അത് അറിയാൻ ശ്രമിക്കണം. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇനി പറയുന്നത് ശ്രദ്ധിക്കണേ. ഓക്കെ, നമ്മൾ ഓൺലൈൻ ക്ലാസ് ആണ്, അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിൽ പോലും ഒരു പരിധി വരെ നിങ്ങൾ ഈ പറയുന്ന ചാപ്റ്ററിനെല്ലാം ഈ പറയുന്ന പോലെ ഒരു പ്രസന്റേഷൻ പോലെയൊക്കെ ടൈപ്പ് ചെയ്ത് ഉണ്ടാക്കുന്നു. ഇതിനൊക്കെ പിക്ചോറൽ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എഫേർട്ട് ഇല്ലേ? ആ എഫേർട്ട് നിങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് ആണ് നമുക്ക് അതിലൊരു ഹാപ്പിനെസ് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പൊ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ ഇനി അറിയില്ല എന്ന് പറയരുത്. ഓക്കെ, ലാസ്റ്റ് നമ്മൾ പറഞ്ഞു വെച്ച നെർവസ് സിസ്റ്റം വരെ എല്ലാവരും പഠിച്ചു വെക്കണേ. ബയോളജി അത്ര ഡിഫിക്കൽട്ട് സബ്ജക്റ്റ് ഒന്നും അല്ല, പക്ഷെ നമ്മൾ പഠിക്കുന്നതിന് നമുക്കൊരു സിസ്റ്റം നമുക്ക് എന്താ ഉണ്ടാക്കുന്നത്? നമുക്ക് ഒരു ക്യൂരിയോസിറ്റി ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ പഠിക്കാൻ ഇത്തിരി ഒരു താല്പര്യം കാണിക്കുമ്പോൾ അത് മറ്റു വിഷയങ്ങളും പഠിക്കാനുള്ള ഒരു താല്പര്യമായിട്ട് മാറും. ഓക്കെ, ഒരു ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കളിച്ച് നടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു വിഷയം നമ്മൾ പഠിക്കാൻ ഇരിക്കുമ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? നമ്മുടേതായ ആറ്റിറ്റ്യൂഡ് മാറുകയാണ്. ഓക്കെ, സോ അടുത്ത ക്ലാസ്സിൽ ഇനി അറിയില്ല എന്ന് പറയാൻ പാടില്ല. ഓക്കെ, ഇത്രയും നമ്മൾ പറഞ്ഞ കുഴപ്പമില്ല. ഓക്കെ, അറിയാത്തവരാണ്. അപ്പോൾ നമ്മൾ ഇനി വേറെ പ്രത്യേകിച്ചൊന്നുമില്ല, ഇന്നത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. അടുത്ത ക്ലാസ്സിൽ നമ്മളിനി ബ്രെയിൻ, മസ്തിഷ്കം അല്ലെങ്കിൽ ബ്രെയിൻ അതിന്റെ ഭാഗങ്ങളൊക്കെ പഠിക്കാനുണ്ട്, ഫൈനൽ കോഡ് പഠിക്കാനുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഓക്കെ ചാപ്റ്റർ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അങ്ങനെ പോകാം. നിങ്ങൾക്ക് നോട്ട്സ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിന്റെ ബാക്കി ഫോളോ അപ്പ് ഒക്കെ നിങ്ങളുടെ ഓക്കെ സക്സസ് ലൈനിൽ സ്ഥാപനം നോക്കിക്കോളും. ഞാൻ അതിലേക്ക് നോക്കുന്നില്ല. എനിവേ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കാം. നമ്മൾ അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ, താങ്ക് യു.